എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന MS വേർഡിന്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സിന്റെ ബാക്കിയാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ 2-3 ക്ലാസ് മലയാളം ടൈപ്പിങ്ങിനെ പറ്റി ചെയ്തായിരുന്നു. പക്ഷെ നമ്മൾ ഇതിന്റെ ബാക്കി ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ MS വേർഡിലെ ഇമേജ് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പഠിച്ചായിരുന്നു. അപ്പൊ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഇമേജിനെ കൊണ്ടുവന്ന് കഴിയുമ്പം നമുക്കതിനെ നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മാറ്റി വെക്കാനും ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് അങ്ങനെ മാറ്റി വെക്കണമെങ്കിൽ അതിന് ചില ടെക്നിക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ MS വേർഡിലെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളൊരു ബയോഡാറ്റയൊക്കെ തയ്യാറാക്കുമ്പോഴേ നമ്മുടെ ഇമേജ് അതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ, നമുക്കത് ഇഷ്ടമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ അതിനൊക്കെ ഈ ഒരു ടെക്നിക്ക് അത്യാവശ്യമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ ആരും ഇന്നത്തെ ക്ലാസ് മിസ്സാക്കേണ്ട, കുട്ടികളും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പഠിച്ചു വരുന്നവരും ആരും. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അതായത് എങ്ങനെയാണ് നമുക്ക് MS വേർഡിൽ ഒരു പിക്ചർ കൊണ്ടുവന്നിട്ട് അതിനെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്ത് മാറ്റി വെക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ MS വേർഡിൽ ഒരു പിക്ചർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ പിക്ചർ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനെ മാറ്റാൻ നോക്കിയിട്ട്, ഞാൻ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറത്തില്ല. അപ്പൊ അതിനൊരു കാര്യം നമ്മൾ അവിടെ അപ്ലൈ ചെയ്യണം. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ജസ്റ്റ് ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇമേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇവിടെ മുകളിൽ നോക്കുവാണെങ്കിൽ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ടാബ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നേരെ നമ്മൾ ഇമേജ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ടാബ് ഇവിടെ കാണാൻ പറ്റത്തില്ല. ആ ഒരു എക്സ്ട്രാ ടാബ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഇമേജിൽ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവെക്കുക. ഇമേജിന്റെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവെക്കുക. അതിനുശേഷം നമുക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവിടെ മുകളിൽ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ടാബ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യണം. അതായത് നമുക്ക് ഈ പിക്ചറിനെ മാറ്റാനൊക്കെ ഉള്ള ഓപ്ഷനെ ഈ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കതിനെ കാണണമെങ്കിൽ ഈ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടാബിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ടുവെക്കുക. ഇപ്പൊ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല, ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഈ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിന്റെ അണ്ടറിലുള്ള ഒരുപാട് സബ് ഗ്രൂപ്പുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. സെക്കൻഡ് ഗ്രൂപ്പാണ് പിക്ചർ സ്റ്റൈൽസ്. തേർഡ് ഗ്രൂപ്പാണ് ആക്സസിബിലിറ്റി. അങ്ങനെ നമ്മൾ ഇവിടെ വരെ ഈ ഒരു ആക്സസിബിലിറ്റിയുടെ ഇവിടെ വരെ പഠിച്ച് കഴിഞ്ഞതിന്റെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത്, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പൊസിഷൻ. അപ്പൊ ഈ പൊസിഷൻ എന്ന് പറയുന്ന ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ പൊസിഷൻ എന്ന് പറയുന്നതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഓപ്ഷൻസ് എല്ലാം കാണണമെങ്കിൽ ഈ പൊസിഷൻ എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യണം. ഇപ്പൊ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെച്ചാൽ മതി. ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല. ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം, പൊസിഷൻ എന്ന് പറയുന്ന ആ ഒരു ടാബിലുള്ള അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു ഓപ്ഷനിലുള്ള നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ജസ്റ്റ് ഇവിടെ ഫസ്റ്റ് വൺ നോക്കുവാണെങ്കിൽ ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റ് എന്നുള്ളതാണ് കിടക്കുന്നത്. അപ്പൊ ആ ഒരു ഓപ്ഷൻ ആണ് നമുക്കിവിടെ ആദ്യമേ കിടക്കുന്നത്, ഇൻ ലൈൻ വിത്ത് ടെക്സ്റ്റ്. അപ്പൊ നമ്മൾ ആദ്യം കിടക്കുന്ന ഓപ്ഷൻ നോക്കണ്ട. നേരെ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ അതിന്റെ പേരാണ്, നമുക്കതിന്റെ പേരറിയത്തില്ല. അപ്പൊ ജസ്റ്റ് നമ്മൾ മൗസ് അതിലോട്ട് വെച്ചപ്പോ തന്നെ അവിടെ പേര് ഷോ ചെയ്ത് കാണിച്ചു, പൊസിഷൻ ഇൻ ടോപ്പ് ലെഫ്റ്റ് വിത്ത് സ്ക്വയർ ടെക്സ്റ്റ് റാപ്പിംഗ്. അതായത് നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ആയിരിക്കും നമുക്ക് ആ പിക്ചർ വരുന്നത്. അതായത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഇമേജ് ഏറ്റവും മുകളില് ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും വരുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന പിക്ചേഴ്സ് എല്ലാം ഒന്ന് ചുമ്മാ നോക്കുക. നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ ഈ ആദ്യത്തെ പിക്ചറിലോട്ട് മൗസ് കൊണ്ട് വെച്ചപ്പോ തന്നെ അതിന്റെ പേര് കാണിച്ചു, ടോപ്പ് ലെഫ്റ്റ്, പൊസിഷൻ ഇൻ ടോപ്പ് ലെഫ്റ്റ്. അതായത്
നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പേജിന്റെ അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റിന്റെ ഏറ്റവും മുകളില് ആ പേജിന്റെ ഏറ്റവും മുകളില് ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും പിക്ചർ വരുന്നത്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ. അപ്പൊ ജസ്റ്റ് ഈ ഒരു പിക്ചറിലോട്ട് നമ്മൾ കൊണ്ടുവച്ചപ്പോ തന്നെ നമുക്ക് അതിന്റെ ഒരു ലൈവ് പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഇവിടെ തന്നെ ആയിരിക്കും അത് ഇരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് ചുമ്മാ മൗസ് ഒന്നുകൊണ്ട് വെച്ചു. മൗസ് കൊണ്ട് വെച്ചപ്പോ തന്നെ നമുക്ക് അതിന്റെ പേര് ഇവിടെ കാണിച്ചു, പൊസിഷൻ ഇൻ ടോപ്പ് സെന്റർ വിത്ത് സ്ക്വയർ ടെക്സ്റ്റ് റാപ്പിംഗ്. അതായത് സ്ക്വയർ പോലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പേജിന്റെ ഏറ്റവും മുകളിൽ സെന്ററിലായിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവച്ചപ്പോ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതാണ് വേണ്ടത്, ഈ ടോപ്പ് സെന്റർ ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെച്ചാൽ മതി. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, നമ്മൾ ചൂസ് ചെയ്ത പോലെ ഏറ്റവും മുകളില് ആ പേജിന്റെ ഏറ്റവും മുകളില് സെന്ററിലായിട്ടായിരിക്കും നമുക്ക് പിക്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, പൊസിഷൻ ഇൻ ടോപ്പ് സെന്റർ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്തു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് തോന്നി ഈ ഒരു ഓപ്ഷൻ വേണ്ട, ഇത് മാറ്റിയിട്ട് മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാനും പറ്റും. അപ്പൊ ആ മറ്റു ഓപ്ഷൻ ചൂസ് ചെയ്യണമെങ്കിലും നമുക്ക് ഇവിടെ നോക്കിയപ്പോ ആ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബ് ഇല്ല. അപ്പൊ ടാബ് കാണണമെങ്കിൽ നമ്മൾ ഈ ഇമേജിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മുകളിൽ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിനെ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ സബ് ഗ്രൂപ്പുകൾ വന്നു. അതിനകത്ത് പൊസിഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊസിഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. അതായത് മൗസ് അതിലോട്ട് കൊണ്ടുവച്ചു. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ആ ഒരു ടെക്സ്റ്റ് റാപ്പിംഗ് ഓപ്ഷൻസ് വന്നു. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കൊടുത്തത്. ഇനി മൂന്നാമത്തെ ഓപ്ഷനിലോട്ട് ചുമ്മാ മൗസ് ഒന്ന് കൊണ്ടുവച്ചു. കൊണ്ടുവച്ചപ്പോ തന്നെ അതിന്റെ പേര് കാണിച്ചു, പൊസിഷൻ ഇൻ ടോപ്പ് റൈറ്റ് വിത്ത് സ്ക്വയർ ടെക്സ്റ്റ് റാപ്പിംഗ്. അതായത് നമ്മൾ നിൽക്കുന്ന പേജിന്റെ ഏറ്റവും മുകളിലായിരിക്കും വലത്തുവശത്തായിരിക്കും പിക്ചർ വരുന്നത്, നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ. ഇനി നമ്മള് രണ്ടാമത്തെ റോയിലെ നമ്മൾ മൗസ് ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി വന്ന് താഴോട്ട് ആക്കിയാൽ മതി. അപ്പം താഴത്തെ റോയിലെ ആദ്യത്തെ ഓപ്ഷൻ വരും, പൊസിഷൻ ഇൻ മിഡിൽ ലെഫ്റ്റ് വിത്ത് സ്ക്വയർ. അതായത് മിഡിലായിട്ട് വരും നമ്മളുടെ ആ പേജിന്റെ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡില് മിഡിലായിട്ട് വരും. ഈ പടം കാണിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനിയിപ്പോ അതിന്റെ അപ്പുറത്തേതിലോട്ട് കൊണ്ടുവച്ചപ്പോ നമുക്ക് കാണാം പൊസിഷൻ ഇൻ മിഡിൽ സെന്റർ. അതായത് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ നമ്മളുടെ പേജിന്റെ സെന്ററിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ മിഡിൽ തന്നെയാണ്, പക്ഷെ റൈറ്റിലോട്ട് പോകും. ഇനി അതിന്റെ താഴോട്ട് ഏറ്റവും മൂന്നാമത്തെ റോയിലെ ആദ്യത്തെ ഓപ്ഷൻ വരുവാണെങ്കിൽ പൊസിഷൻ ഇൻ ബോട്ടം ലെഫ്റ്റ്, ഏറ്റവും താഴെയായിരിക്കും, ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഇനി അടുത്തതിലോട്ട് പോയി കഴിഞ്ഞാൽ പൊസിഷൻ ഇൻ ബോട്ടം സെന്റർ, ഏറ്റവും താഴെയായിരിക്കും, പക്ഷെ ആ ഒരു പേജിന്റെ സെന്ററിലായിട്ട് വരും. ദെൻ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ ആണ് ബോട്ടം റൈറ്റ്, ഏറ്റവും താഴെയായിരിക്കും, റൈറ്റിലായിരിക്കും. അപ്പൊ അങ്ങനെ ഈ കാണിച്ചിരിക്കുന്നതിലെ ഏതൊരു പൊസിഷനിൽ വേണമെങ്കിലും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഇമേജിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് കൊണ്ടുവെക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഈ കാണുന്ന പൊസിഷൻ ഇൻ മിഡിൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുവാണ്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത പോലെ നമുക്ക് ആ ഒരു മിഡിൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മളുടെ പിക്ചർ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് തോന്നി നമ്മളുടെ പിക്ചറിനെ ഇവിടുന്ന് മാറ്റി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് കൊണ്ടുവെക്കണമെന്ന്. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചുകൊണ്ട് ഇതിനെ എവിടെ വേണേലും ഏത് സ്ഥലത്ത് വേണേലും നമുക്ക് ഇങ്ങനെ കൊണ്ടുവെക്കാനായിട്ട് പറ്റും. അപ്പൊ നേരത്തെ നമ്മൾ ഒരു ഇമേജ് കൊണ്ടുവന്ന് ഉടനെ നമുക്ക് ഇതിനെ മാറ്റി നമ്മുടെ ഇഷ്ടത്തിന് അവിടെ ഇവിടെ ഒന്നും കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പിക്ചർ ഫോർമാറ്റിൽ നിന്നും പൊസിഷനിൽ നിന്നും ഇതിനകത്ത് നമ്മൾ കാണുന്ന ഈ 9 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇന്ന ഓപ്ഷൻ വേണമെന്നില്ല, നമ്മുടെ ഇഷ്ടമാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ഇങ്ങനെ മുന്നോട്ട്
ഡ്രാഗ് ചെയ്യുക. അതായത് നമുക്ക് എവിടെയാണ് ആ പിക്ചറിനെ കൊണ്ടുവരേണ്ടത് ആ സ്ഥലത്തോട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വലിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോവുക. സിമ്പിൾ ആണ്. നമ്മള് പൊസിഷൻ എന്ന് പറയുന്നതിലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. നമുക്കിതില് ഇപ്പൊ എവിടെയെങ്കിലും വെക്കണമെങ്കിൽ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്കിതിലെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുവെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പിക്ചറിനെ കൊണ്ടുവെക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കാണണം. ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. അപ്പൊ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ, നിങ്ങൾക്കത് എളുപ്പമായോ എന്ന് കൂടെ പറയുക. അപ്പൊ നാളെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ബൈ ബൈ.